ബി.ജെ.പി. പ്രവേശന ആരോപണത്തിനു പിന്നിൽ ഗൂഢാലോചനയെന്ന ഇ.പി. ജയരാജന്റെ പരാതിയിൽ കേസെടുക്കാൻ വകുപ്പില്ല എന്ന പോലീസ്. നേരിട്ട് കേസെടുക്കാനുള്ള മൊഴിയോ സാഹചര്യ തെളിവോ ഇല്ല. അന്വേഷണം വേണമെങ്കിൽ എൽ.ഡി.എഫ് കൺവീനർ കോടതിയെ സമീപിക്കണമെന്നും നിർദ്ദേശിച്ച് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. കെ. സുധാകരൻ, ശോഭാ സുരേന്ദ്രൻ, ടി.ജി. നന്ദകുമാർ എന്നിവർക്കെതിരെയായിരുന്നു ഇ.പി.യുടെ പരാതി. അല്ലമീനുണ്ട് ഈ സുപ്രധാന വാർത്തയുടെ വിവരങ്ങളുമായി. അല്ലമീൻ, കേസെടുക്കാൻ വകുപ്പില്ല ഇ.പി.യുടെ പരാതിയില്ലെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്? സ്മൃതി, സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇ.പി. ജയരാജൻ നേരിട്ട് നൽകിയ പരാതി, ആ പരാതിയാണ് കഴക്കൂട്ടം എ.സി.പി അന്വേഷിച്ചത്. ആ അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ഈ വിഷയത്തിൽ നേരിട്ട് കേസെടുക്കാനാവില്ല. അങ്ങനെ നേരിട്ട് കേസെടുക്കണമെങ്കിൽ ഇടതുമുന്നണി കൺവീനർ കോടതിയെ സമീപിച്ച് കോടതി നിർദ്ദേശപ്രകാരം വേണമെങ്കിൽ കേസെടുക്കാം. അതിനപ്പുറത്തേക്ക് കേസെടുക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിരീക്ഷണവും വിലയിരുത്തലും. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് താൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന തരത്തിൽ നടന്ന പ്രചരണം, ആ പ്രചരണം അത് ശോഭാ സുരേന്ദ്രൻ ആ പ്രചരണം തൊടുത്തുവിടുന്നു. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ ആ പ്രചരണം ഏറ്റുപിടിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് ദിവസം സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും മുഖ്യമന്ത്രി തന്നെ ഇ.പി. ജയരാജനെ തള്ളിപ്പറഞ്ഞ് രംഗത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം, അങ്ങനെ വലിയ രീതിയിൽ ഇടതുമുന്നണിയെയും CPM-നെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം ആ വിഷയത്തിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയാണ് ഇ.പി. ജയരാജൻ ഈ വിഷയത്തിൽ ഗൂഢാലോചനാവാദം ഉന്നയിച്ച് രംഗത്തേക്ക് വന്നത്. അന്നു തന്നെ ഇ.പി. വ്യക്തമാക്കിയിരുന്നു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് DGP-ക്ക് പരാതി നൽകിയത്. അത് ശോഭാ സുരേന്ദ്രൻ, കെ. സുധാകരൻ, അതോടൊപ്പം ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയായിരുന്നു പരാതി. ആ പരാതിയിൽ മാനഹാനിയും അതുപോലെ തന്നെ ഗൂഢാലോചനയും ഉന്നയിച്ചുകൊണ്ടാണ് പരാതി നൽകിയത്. ഈ രണ്ട് വിഷയങ്ങളും പോലീസിന് നേരിട്ട് അന്വേഷിക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ് കഴക്കൂട്ടം എ.സി.പിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, കോടതിയെ സമീപിച്ച് കോടതി നിർദ്ദേശപ്രകാരം വേണമെങ്കിൽ കേസെടുക്കാമെന്ന് കൂടി ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. വൈകാതെ തന്നെ റിപ്പോർട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറും. കമ്മീഷണർ അത് DGP-ക്ക് കൈമാറുകയും ചെയ്യും. ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഇ.പി. ജയരാജന്റെയും മകന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ആരോപണ വിധേയരുടെ മൊഴി ഈ ഘട്ടത്തിൽ എടുക്കേണ്ടതില്ല എന്നുകൂടി പോലീസ് ഒരു വിലയിരുത്തലിൽ നിഗമനത്തിലെത്തിയിരിക്കുകയാണ്. കാരണം കടമ്പില്ലാത്തൊരു കാര്യം, സാക്ഷിമൊഴികളില്ല, ദൃക്സാക്ഷികളില്ല. അത്തരമൊരു സാഹചര്യത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തലാണ് പോലീസിനുള്ളത്. ഈ വിഷയത്തിൽ എന്ത് തുടർ നടപടി ഇ.പി. ജയരാജൻ സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. ഏതായാലും വൈകാതെ തന്നെ ഈ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ നിന്ന് തിരിച്ചടി. അത് ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ കെ. സുധാകരൻ കുറ്റവിമുക്തനാകുന്നു. അതിന്മേൽ പാർട്ടി ഒരു പ്രതികരണം നടത്താതിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്നിപ്പോൾ അടുത്ത തിരിച്ചടി ഉണ്ടാകുന്നു. പോലീസ് അന്വേഷണം ത്തിന് വകുപ്പില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിന്റെ നിലപാടാവുകയാണ്. ഇ.പിയുടെ വഴി സ്വയം തിരഞ്ഞെടുക്കുക, ഇ.പി. തന്നെ പരിഹരിക്കുക എന്ന രൂപത്തിലേക്ക് പാർട്ടി അതിനെ കണക്കാക്കുന്നുണ്ടോ എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രൂപത്തിൽ ഇ.പിയുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ വാർത്ത ഇപ്പോൾ വന്നതാണ്. ഇതിന്മേലുള്ള പ്രതികരണം നമ്മൾ തേടുകയുമാണ്. അത്തരത്തിലൊരു പ്രതികരണം വന്നിട്ടില്ല. ഇ.പിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചും വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ റിപ്പോർട്ട് DGP-ക്ക് സമർപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജില്ലാ കമ്മീഷണർക്ക് സമർപ്പിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് ഇപ്പോൾ കഴക്കൂട്ടം എ.സി.പി തയ്യാറാക്കി അദ്ദേഹത്തിന്റെ പരിഗണനയിലാണുള്ളത്. വൈകാതെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. അത് DGP-ക്ക് ലഭിച്ചാൽ മാത്രമായിരിക്കും ആ അറിയിപ്പ് ഔദ്യോഗികമായും ഇ.പി. ജയരാജന് നൽകുക. കാരണം DGP-ക്ക് നേരിട്ടാണ് ഇ.പി. ജയരാജൻ പരാതി നൽകിയത്. ആ പരാതിയിൽ എന്തായിരിക്കും തുടർ നടപടി എന്നുള്ളത് DGP നിന്ന്, അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് തന്നെ പരാതിക്കാരനായ ഇ.പിയെ നേരിട്ട് അറിയിക്കും. നിലവിൽ ആ അറിയിപ്പ് ഇ.പി. ജയരാജന് ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായും അത്തരം ഒരു അറിയിപ്പ് ഔദ്യോഗികമായി ലഭിച്ചതിനു ശേഷമായിരിക്കും തുടർ നീക്കം സംബന്ധിച്ച്, തുടർ നിലപാട് സംബന്ധിച്ച്, ഈ വിഷയത്തിൽ ഇനി കോടതിയിലേക്ക് പോകണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അത് നിയമോപദേശം കൂടി തേടിയിട്ടായിരിക്കും സ്വാഭാവികമായും ഇ.പി. ജയരാജൻ തീരുമാനിക്കുക. ഏതായാലും ഈ ഘട്ടത്തിൽ ഒരു പ്രതികരണത്തിന് ഇ.പിയുമായി ബന്ധപ്പെട്ടവരെ മുതിരാൻ സാധ്യതയില്ല. കാരണം ഈ റിപ്പോർട്ട്, കേസെടുക്കാനാവില്ല എന്നുള്ള റിപ്പോർട്ട് ഔദ്യോഗികമായി DGP-ക്ക് ലഭിച്ചിട്ടില്ല. DGP ആ നിലപാട് ഔദ്യോഗികമായി പരാതിക്കാരനായ ഇ.പിയെ അറിയിച്ചിട്ടുമില്ല. ഏതായാലും വൈകാതെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണി കൺവീനർക്ക് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടം തന്നെയാണ് ഈ വിഷയം എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. കാരണം സംസ്ഥാന പോലീസ് അത് പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസിന് പ്രാഥമികമായി ഈ വിഷയത്തിൽ കേസെടുക്കാനാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതിന് പിന്നാലാണ് ഇ.പി. ജയരാജൻ ഗൂഢാലോചന നടപടിയുമായി ബന്ധപ്പെട്ട് രംഗത്തേക്ക് വന്നത്. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെയാണ് ഇ.പി. ജയരാജനെ ചുമതലപ്പെടുത്തിയത്. നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചു. ആ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇ.പി. ജയരാജനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരമൊരു നീക്കം അദ്ദേഹം നടത്തിയത്. ആ നീക്കത്തിലേറ്റ ഒരു തിരിച്ചടിയായി വേണമെങ്കിൽ ഈ പോലീസിന്റെ കഴക്കൂട്ടം എ.സി.പിയുടെ നിലപാടിനെ കണക്കാക്കുകയും ചെയ്യാം. ഏതായാലും ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതിന്മേൽ
DGP എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇനി ആ റിപ്പോർട്ടിന്മേൽ മറ്റൊരു പ്രാഥമിക അന്വേഷണം കൂടെ നടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പ് പ്രകാരം മുന്നോട്ട് പോകാനോ സാധിക്കുമോ എന്നുള്ള പരിശോധനകളൊക്കെ ഒരുപക്ഷെ നടന്നേക്കാം. പക്ഷേ നിലവിൽ കഴക്കൂട്ടം ACP അത് DGPയുടെ നിർദ്ദേശപ്രകാരം ആ പരാതി അന്വേഷിച്ച് കഴക്കൂട്ടം ACP പ്രാഥമികമായ കാര്യത്തിൽ കേസെടുക്കാൻ ആവില്ല, അത് കോടതിയിൽ പോയി കോടതി നിർദ്ദേശം വന്നാൽ പരിഗണിക്കാം എന്നൊരു നിലപാടിലേക്ക് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞു. വൈകാതെ അത് പോലീസ് മേധാവിക്ക് സമർപ്പിക്കും. വിഷയത്തിൽ പോലീസ് മേധാവിയുടെ തുടർ നടപടി, അതോടൊപ്പം അതിനേക്കാളേറെ പ്രധാനം EP ജയരാജന്റെ തുടർ നീക്കം, അതിനേക്കാൾ പ്രധാനം പാർട്ടിയുടെ ഇക്കാര്യത്തിലെ തുടർ പ്രതികരണം. കാരണം പാർട്ടി ചുമതലപ്പെടുത്തിയത് പ്രകാരം തന്നെയാണ് EP ജയരാജൻ മുന്നോട്ട് പോയത് നിയമ നടപടിയുമായി. ആ വിഷയത്തിൽ പാർട്ടിയുടെ തുടർ നടപടി ഉൾപ്പെടെ ഏറെ പ്രധാനമാണ്. ഏതായാലും EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമർപ്പിച്ച പരാതി അത് ശോഭാ സുരേന്ദ്രനും അതുപോലെ ദല്ലാൽ നന്ദകുമാറിനും KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ കേസെടുക്കാൻ നിലവിൽ വകുപ്പില്ല എന്നുള്ള നിലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിലേക്ക് വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഇപിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടിയുടെ കനപ്പെട്ട മൗനം തുടരുന്നുണ്ട്. ഇപിയുടെ കാര്യത്തിൽ EP എത്രത്തോളം പാർട്ടിയിൽ സജീവമാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അലമീൻ ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടോ? AK സെന്ററിൽ തുടർച്ചയായി വരാറുണ്ടോ? എവിടെയാണ് EP എന്നുള്ളതിന്റെ വിവരങ്ങളുണ്ടോ? അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്തും കണ്ണൂരുമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മണ്ഡലവും പ്രവർത്തന മണ്ഡലവും ഒക്കെ അദ്ദേഹം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ എവിടെയാണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും ഈ വിവാദം ഉയർന്നതിന് പിന്നാലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. തന്റെ നിലപാട് അദ്ദേഹം വികാരാധീനനായി തന്നെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു വിഭാഗം കഴിഞ്ഞ കുറെ കാലമായി തന്നെ വേട്ടയാടാനും തന്നെ അപമാനിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി ആ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങളുടെ തുടർച്ചയാണ് നിലവിലുയർന്ന BJP-യിലേക്ക് പോകുമെന്നതടക്കമുള്ള ആരോപണങ്ങൾ എന്നുകൂടി EP ജയരാജൻ പറയുകയും ചെയ്തു. ആരാണ് അക്കൂട്ടർ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അത് പലപ്പോഴും EP-യോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിയോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, മറ്റ് പാർട്ടി നേതാക്കളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. EP പ്രതികരണത്തിലേക്ക് പോവുകയാണ്.